ഇന്നത്തെ ഈ ധ്യാന വിഷയത്തിൽ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാമെന്നൊരു ചിന്ത ചെയ്താ, ജീവിതത്തിൽ പരാജയങ്ങളും വിജയങ്ങളും നേരിട്ടിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും, അല്ലേ? ജീവിതത്തിൽ പരാജയം ഉണ്ടായിട്ടുണ്ടോ? പരാജയം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? അത് ഉണ്ടായിട്ടുണ്ടോ എന്ന് എന്ത് ചോദ്യം! ഇഷ്ടംപോലെയല്ലേ ഉണ്ടായിരിക്കുന്നത്. ജീവിതത്തിൽ വിജയം ഉണ്ടായിട്ടുണ്ടോ? വിജയം ഉണ്ടായിട്ടുണ്ടോ? അത് ഉണ്ടായിട്ടുണ്ട്. വിജയമാണോ പരാജയമാണോ ജീവിതത്തിൽ കൂടുതൽ ഉണ്ടായേക്കണേ? വിജയമാണോ പരാജയമാണോ? അങ്ങനെ ചോദിച്ചാലൊന്നും അറിയാൻ പറ്റില്ല. രണ്ടും ഉണ്ടായിട്ടുണ്ട്. പിന്നെ എപ്പോഴും പറയണത് സങ്കടവും പരിവട്ടവും ഒക്കെയാണ്. വിജയം ഉണ്ടായിട്ടുണ്ട്, പരാജയം ഉണ്ടായിട്ടുണ്ട്. വിജയങ്ങളാണ് കൂടുതൽ പ്രിയമുള്ളവരെ. വിജയങ്ങൾ നമ്മൾ പെട്ടെന്ന് മറന്ന് പോകുന്നു, അത്രേ ഉള്ളൂ. പരാജയങ്ങൾ എത്ര കഴിഞ്ഞാൽ അതിൻ്റെ വേദന മാറിപ്പോകാത്തത് കൊണ്ട് നമ്മുടെ മനസ്സിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പരാജയമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വിജയങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടും നമുക്കൊന്ന് മനസ്സിലാക്കാം. നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾ, തകർച്ചകൾ, അതിൻ്റെ കാരണം ആരാണ്? ഒരു പരാജയം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളതിന് കാരണം കണ്ടുപിടിക്കും. ഒരു ചെറിയ കുട്ടിയെ വെച്ച് നമുക്ക് തുടങ്ങാം. സ്കൂളിൽ പഠിക്കുന്നൊരു കുട്ടി പരീക്ഷ കഴിഞ്ഞ് പേപ്പർ കിട്ടി, 50-ൽ 30 മാർക്കേ ഉള്ളൂ, അല്ലെങ്കിൽ 40 മാർക്കേ ഉള്ളൂ. വീട്ടിൽ വന്നു, അപ്പനും അമ്മയും വഴക്ക് പറയുന്നു. അപ്പോൾ അവന് പറയാൻ കാരണങ്ങൾ ഒരുപാടുണ്ട്. സിലബസിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു, പഠിക്കാത്തതാണ് വന്നത്, എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ടഫാണെന്നാണ് എല്ലാവരും പറഞ്ഞത്, വാല്യുവേഷൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെയൊക്കെ 100 കൂട്ടം ന്യായങ്ങൾ. അല്ലെങ്കിൽ അമ്മയ്ക്കറിയാൻ പാടില്ല, പരീക്ഷയുടെ തലേദിവസം എനിക്ക് വയറുവേദനയായിരുന്നില്ലേ? പരാജയത്തിന് നമ്മൾ പല കാരണങ്ങളും കണ്ടുപിടിക്കൂ. കുട്ടിയെ വിടാം. നമ്മുടെ ജീവിത ചുറ്റുപാടിൽ, നമ്മുടെ സാഹചര്യത്തിൽ നമുക്കൊരു തകർച്ച ഉണ്ടാകുമ്പോൾ, ഒരു പരാജയം ഉണ്ടാകുമ്പോൾ നമ്മളതിനെല്ലാം കാരണം കണ്ടുപിടിച്ച് അതാരുടെയെങ്കിലും പുറത്തേക്ക് ചാരി നമ്മളൊരു ആശ്വാസം കണ്ടെത്തുന്നുള്ളതാണ്. ഒരു ഉദാഹരണത്തിന് എടുക്കൂ. വീട്ടിലെ മകളുടെ കല്യാണം നടക്കുന്നില്ല. അല്ലെങ്കിൽ അയൽവക്കത്തെ ആൾ, അച്ഛാ അവർ വന്ന ആലോചന എല്ലാം മുടക്കുക. തൊട്ടപ്പുറത്തുള്ള വീട്ടുകാർ, അച്ഛാ ഒരെണ്ണം നടക്കണില്ല, എല്ലാ ആലോചനയും അവർ മുടക്കുക. അതുകൊണ്ട് ജീവിതത്തിൽ സങ്കടമാണ്, പെൺകുട്ടിയുടെ കല്യാണം നടക്കണില്ല, ആകെ വിഷമിച്ചിരിക്കുക. ആരാണിപ്പോൾ തകർത്തുകൊണ്ടിരിക്കുന്നത്? നമ്മളെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആരാണ്? അയൽവക്കത്തെ വീട്ടുകാർ, അല്ലേ? പ്രിയമുള്ളവരെ, ഇങ്ങനെ ചിന്തിച്ച് നോക്കിക്കേ. ഈ പെൺകുട്ടിക്ക് ദൈവം ഒരു ജീവിത പങ്കാളിയെ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ, അവൾക്ക് ഇന്ന നാളിൽ ഇന്ന പുരുഷൻ അവളെ വിവാഹം കഴിക്കണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ, ആർക്കെങ്കിലും ആ തീരുമാനത്തെ മാറ്റിക്കളയാനായിട്ട് പറ്റുമോ? അയൽവക്കംകാർ എത്ര ഏഷണി പറഞ്ഞ് പരത്തിയാലും ആ കല്യാണം മുടങ്ങുമോ? ഉറക്കെ പറയും, മുടങ്ങുമോ? ഇല്ല. ദൈവം ഒന്ന് തീരുമാനിച്ചാൽ അത് നടന്നിരിക്കൂ. ദൈവത്തിൻ്റെ തീരുമാനത്തെ മുടക്കാൻ പറ്റിയ ആരും ഉണ്ടായിട്ടില്ല ഇതുവരെ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വേദന വരുന്നത്, ഒരു തകർച്ച വരുന്നത്, ഒരു പരാജയം വരുന്നത്, അത് മറ്റാരെങ്കിലും ആണെന്ന് നമ്മൾ പറയണ്ട. അപ്പൻ മുഴുക്കുടിയനായിരുന്നു, അതുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി. അപ്പം നമ്മൾ ആരെയാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പനെ കുറ്റം പറഞ്ഞ് നമ്മൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളോട്ട് ജീവിക്കുക. പ്രിയമുള്ളവരെ, അപ്പൻ മദ്യപാനിയാണെങ്കിൽ മകന് 2 തീരുമാനമുണ്ട്, 2 ഓപ്ഷനുണ്ട്. എന്താ 2 ഓപ്ഷൻ എന്നറിയാമോ? ഒന്നെങ്കിൽ അവന് ചിന്തിക്കാം, അപ്പനോ കുടിയനാണ്, അപ്പൻ വെള്ളം അടിച്ചിട്ടൊന്ന് എന്നും വീട്ടിൽ ഒച്ചപ്പാടും ബഹളമാണ്, അമ്മയായിട്ട് അടിപിടി ബഹളം, ഞാൻ അറിയപ്പെടുന്ന എന്നെ കുടിയമ്മത്തായുടെ മോൻ എന്നാണ്, നാട്ടിലിറങ്ങിയ നാണക്കേട്, വീട്ടിൽ തിന്നാനും കുടിക്കാനും ഇല്ല. അപ്പനോ ഇങ്ങനെ. പിന്നെ ഞാനായിട്ട് എന്തിനാണ് കുറയ്ക്കണേ? അവന് വളർന്നു വരുമ്പോൾ അവനും വേണമെങ്കിൽ അപ്പനേക്കാളും വലിയ കുടിയനാകാം. ഒരു സാധ്യത. പക്ഷെ രണ്ടാമതൊരു സാധ്യതയുണ്ട്. എന്താണെന്നറിയാമോ? എൻ്റെ അപ്പൻ മദ്യപിച്ചതിൻ്റെ ദുരന്ത ഫലം ശരിക്കും അനുഭവിച്ചത് എൻ്റെ കുടുംബം, എൻ്റെ അമ്മ. അതുകൊണ്ട് ഞാൻ വലുതായി കഴിഞ്ഞാൽ ഞാൻ മദ്യം തൊടില്ല. ഞാൻ കുടിച്ചിട്ട് വന്നിട്ട് എൻ്റെ ജീവിത പങ്കാളിയുടെ കണ്ണുനീര് വീഴിക്കാൻ ഞാൻ ഇടവരുത്തില്ല. അങ്ങനെയും ഒരു മകന് വേണമെങ്കിൽ തീരുമാനം എടുക്കാം. പറ്റോ ഇല്ലയോ? പറ്റും പ്രിയമുള്ളവരെ. അപ്പോൾ അപ്പൻ കാരണം എൻ്റെ ജീവിതം എങ്ങനെയായി, ഭാര്യ കാരണം എൻ്റെ ജീവിതം എങ്ങനെയായി, ഭർത്താവ് കാരണം എങ്ങനെയായി,
അയൽവക്കംകാർ കാരണം ഇങ്ങനെയായി. എൻ്റെ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ കാരണങ്ങൾ നിരത്തുന്നതിൽ ഞാൻ മുൻപന്തിയിലാണ്. പക്ഷേ ഓർക്കണം പ്രിയമുള്ളവരെ, മറ്റൊരാൾ തീരുമാനിച്ചാൽ നിന്നെ പരാജയപ്പെടുത്താൻ പറ്റില്ല. വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നീ തോൽക്കാൻ തീരുമാനിക്കാത്തിടത്തോളം കാലം നിന്നെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. എന്താ പറഞ്ഞേ? നീ തോൽക്കാൻ തീരുമാനിക്കാത്തിടത്തോളം കാലം നിന്നെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ലെന്നേ. ദൈവം തോൽപ്പിക്കുമോ നിന്നെ? ദൈവം തോൽപ്പിക്കുമോ? ഇല്ല. ഒരു മനുഷ്യനും തോറ്റുപോകാൻ, പരാജയപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നീ വിജയിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ മറ്റുള്ളവർ കാരണം ഞാൻ പരാജയപ്പെട്ടു ഇല്ല. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ തന്നെ പ്രശ്നങ്ങൾ കൊണ്ട് ആ ജീവിതത്തിൻ്റെ പരാജയങ്ങളിലേക്ക് നമ്മൾ ചെന്നെത്തുന്നത്. അല്പം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കുക. പരാജയം അവിടെ നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അടുത്ത തലം വിജയം. ആരാണ് വിജയം തരുന്നത്? പരാജയം നമ്മൾ കണ്ടു. ജീവിതത്തിൽ വിജയം തരുന്നത് ആരാണ്? അതിന് നമ്മൾ പറയുന്നത് ന്യായങ്ങളുണ്ട്. വിജയം പറയുമ്പോൾ ഞാൻ കഷ്ടപ്പാട് സഹിച്ച് പഠിച്ച്, രാത്രി ഉറക്കമിളച്ചിരുന്ന് പഠിച്ച്, പരീക്ഷ എഴുതി, ഞാൻ നല്ല മാർക്ക് മേടിച്ച്, ഞാൻ നല്ല ജോലി ചെയ്ത്, എൻ്റെ അച്ഛാ ചെറുപ്പത്തിൽ ഒന്നും ഇല്ലായിരുന്നു, തിന്നാനും കുടിക്കാനും ഇല്ലായിരുന്നു, എന്തോരം കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയെന്ന് അറിയാവോ? ഇതൊക്കെ നമ്മൾ പറയുക. നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് അച്ഛാ, നന്നായിട്ട് എല്ലുമുറിയ പണിയെടുത്ത് പിശുക്കി വെച്ചാണ് ഇവിടം വരെ കൊണ്ടുവന്നേ. ഒരാർഭാടവും കാണിച്ചിട്ടില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ച് ഇപ്പം നല്ല നിലയിലെത്തി. ആരുടെ മിടുക്ക്? ആരുടെ മിടുക്ക്? ആരുടെ മിടുക്ക്? ഉറക്കെ പറയൂ. ആരുടെ മിടുക്ക്? എൻ്റെ മിടുക്ക്. എൻ്റെ മിടുക്കും കൊണ്ട് ഞാൻ, പ്രിയമുള്ളവരെ, എൻ്റെ മിടുക്കല്ല, വിജയം തന്നത് കർത്താവാണ്. കരമടിച്ചൊന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ശക്തിയോടെ കൈകളടിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മയുണ്ടായിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ദൈവം തന്നതല്ലാതെ ഞാൻ നേടിയെടുത്തതല്ല. കരമടിച്ച് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയാ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. എൻ്റെ കണ്ണ് തുറപ്പിച്ചൊരു സംഭവമുണ്ട്. ഞാൻ കുറച്ച് നാൾ ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങളുടെ ഇവിടെ ഇടവകയിൽ വന്നു എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? പോപ്പുലർ മിഷൻ ധ്യാനം നടന്നിട്ടുണ്ടല്ലോ ഇവിടെ, ഇല്ലേ? ഉണ്ട്. പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ഉത്തരവാദിത്വമായിരുന്നു കുറച്ച് നാൾ, ഒരു 4 വർഷക്കാലം. ആ സമയത്ത് ഇതിന് പോപ്പുലർ മിഷൻ ധ്യാനം പ്രസംഗിക്കാൻ പോകാൻ എളുപ്പമാണ് പ്രിയമുള്ളവരെ, എളുപ്പമാണ്. കാരണം സ്റ്റേജിൽ പോയി വചനം പറഞ്ഞ് പോന്നാൽ മതി, ഭവന സന്ദർശനം നടത്തി വീടുകൾ കയറി ഇറങ്ങിയൊക്കെ പോന്നാൽ മതി. പക്ഷേ ഒരു പോപ്പുലർ മിഷൻ ധ്യാനം ക്രമീകരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, എല്ലാ ഒന്നടവിട്ട ആഴ്ചകളിലും ഏതെങ്കിലും ഇടവകയിൽ ഇങ്ങനെ പോപ്പുലർ മിഷൻ ധ്യാനം നടന്നുകൊണ്ടിരിക്കുക. ഒരു ഇടവകയെ 3-4 സെൻറ്ററുകളൊക്കെ ആയിട്ട് തിരിച്ചിട്ട് ഒരേ സമയം ഒരു ഇടവകയ്ക്കകത്ത് 3-4 സെൻറ്ററുകളിൽ ധ്യാനം നടക്കുക. അപ്പോൾ ഒരു സെൻറ്ററിൽ 2 അച്ഛന്മാരൊക്കെ വെച്ച് 8-10 അച്ഛന്മാരും പാട്ടുകാരും ഒക്കെ ആയിട്ട് വന്ന് അത്രയും ക്രമീകരിച്ചു കൊണ്ടുപോകുക അത്ര എളുപ്പമല്ല. അങ്ങനെ കൊച്ചി രൂപതയുടെ ചെല്ലാനം, കേട്ടിട്ടുണ്ടല്ലോ ചെല്ലാനം എന്ന സ്ഥലം? ചെല്ലാനത്ത് കടപ്പുറമാണ്. കടപ്പുറത്തുള്ള ദേവാലയം ഏതാണ്ട് 5 സെൻറ്ററുകളിലായിട്ട് ധ്യാനം നടക്കുക. 4-5 സെൻറ്ററുകളിലായിട്ട് ധ്യാനം നടക്കുക. 1000-ൽ പരം വരുന്ന വീട്ടുകാരുള്ള ഒരു ഇടവക. അപ്പോൾ എല്ലാ സെൻറ്ററും ക്രമീകരിച്ചിരിക്കുന്നത് കടൽ തീരത്താണ്. കടലിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുള്ള ഇടവക മുഴുവൻ അതിൻ്റെ തീരത്തെ കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് കടൽ തീരത്താണ്. സ്റ്റേജ് ഇട്ടിരിക്കുന്നിടത്ത് മാത്രം പന്തലുണ്ട്. സ്റ്റേജ് കുർബാന അർപ്പിക്കുന്ന, വചനം പറയുന്ന അവിടെ മാത്രം സ്റ്റേജ് ഉണ്ട്, മേൽക്കൂര എല്ലാം ഉണ്ട്. ബാക്കിയെല്ലാം കടപ്പുറത്ത് ജനങ്ങൾ വെറുതെ കസേരയിട്ട് അങ്ങോട്ട് ഇരിക്കുകയാണ്. മഴക്കാലമൊന്നും അല്ല, അതുകൊണ്ട് തന്നെ വേറെ ക്രമീകരണം ഒന്നും ആലോചിച്ചിട്ടുമില്ല. തന്നെയല്ല 5 സെൻറ്ററൊക്കെ ആളുകൾക്ക് ഇരിക്കാൻ പാകത്തിന് മുഴുവൻ പന്തലിടുക എന്ന് വെച്ചാൽ ചിന്തിക്കാൻ പറ്റില്ല സാമ്പത്തികമായിട്ട്. ഒരു സെൻറ്ററൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും ക്രമീകരിക്കാം. കൃത്യം ഈ ധ്യാനത്തിൻ്റെ ഒരു 4-5 ദിവസം മുന്നം ചക്രവാത ചുഴി എന്ന് പറഞ്ഞുകൊണ്ട് മഴ നിന്ന് പെയ്തുകൊണ്ടിരിക്കുക. ഓരോ ദിവസം ഞാൻ വികാരി അച്ഛനെ വിളിക്കും, അച്ഛാ ഇന്ന് എങ്ങനെയുണ്ട് അവിടെ? ഇവിടെ മഴയാണ്. ഇന്ന് പോട്ടേന്ന് വിളിക്കുന്നത്, ഇന്ന് മഴയാണ്. അവിടെ എങ്ങനെയുണ്ട് വെച്ചാൽ മഴ കുറവുണ്ടോ? ഇപ്പം വികാരി അച്ഛൻ പറയുക, എൻ്റെ അച്ഛാ ഇവിടെ നിൽക്കാതെ മഴ പെയ്യുക. അടുത്ത ദിവസം വിളിക്കൂ, അച്ഛാ ഇന്ന് എങ്ങനെയുണ്ട് മഴ? കാരണം അത്ര എളുപ്പമല്ല. ഇത്രയും വരുന്ന സെൻറ്റർ വരുന്ന ധ്യാനം ക്രമീകരിച്ച് വെച്ചിട്ട് അതിനുള്ള ബാക്കിയുള്ള ചിലവുകളെല്ലാം മുടക്കിയിട്ട് ധ്യാനം നടന്നില്ലെങ്കിലോ? അപ്പോൾ എൻ്റെ മനസ്സിൽ വലിയ ആകുലതയാണ്. ഞായറാഴ്ച ധ്യാനം ആരംഭിക്കണം. വെള്ളിയാഴ്ച ഞാൻ വിളിച്ചു, അച്ഛാ എങ്ങനെയുണ്ട്? മഴയാ. ശനിയാഴ്ച എങ്ങനെയുണ്ട്? ശനിയാഴ്ചയും മഴയാ. അപ്പോൾ ഈ ശനിയാഴ്ച ആയപ്പോഴത്തേക്ക് എനിക്ക് ടെൻഷൻ അങ്ങോട്ട് കൂടി. അച്ഛനാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പറയുള്ളവരെ ടെൻഷൻ കയറി കഴിഞ്ഞാൽ
പിടിച്ചാൽ കിട്ടില്ല. ഹല്ലേലൂയ. ചിലർ ചിന്തിക്കണേ അച്ഛന്മാർക്ക് എന്തോന്ന് ടെൻഷൻ ഇല്ലേ? അച്ഛനായി നോക്ക്, അന്നേരം അറിയാൻ ടെൻഷൻ ഉണ്ടോ ഇല്ലേ എന്ന്. വലതുകര ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകളടിച്ചെന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഇപ്പോൾ ശനിയാഴ്ച ആയപ്പോഴത്തേക്കും പ്രിയമുള്ളവരെ എനിക്ക് നല്ല ടെൻഷനായി. ഞാൻ ഈ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ പെട്ടെന്ന് എൻ്റെ ഉള്ളിലൊരു തോന്നൽ, ദൈവം തോന്നിപ്പിക്കുന്ന ഒരു തോന്നൽ. ആ തോന്നൽ ഞാൻ തന്നെ എന്നോട് പറയുക, നിൻ്റെ വിചാരം ഇത്രയും നാൾ നടന്ന പോപ്പുലർ മിഷൻ ധ്യാനം എല്ലാം വിജയിപ്പിച്ചത് നിൻ്റെ കഴിവാന്നാ. ഇത്രയും നാളും നടന്ന പോപ്പുലർ മിഷൻ ധ്യാനങ്ങളൊക്കെ വിജയിപ്പിച്ചത് നിൻ്റെ കഴിവാണെന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിൻ്റെ കഴിവെന്നല്ല, ഈ ധ്യാനം ദൈവം ക്രമീകരിച്ചതാണ്. 17-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ വിശുദ്ധ വിൻസെൻ്റ് പോൾ തുടങ്ങിയൊരു ധ്യാനമാണേ. അന്ന് ആ ധ്യാനം തുടങ്ങിയിട്ട് കേരളത്തിൽ ഈ വിൻസെഷൻ സഭ തുടങ്ങിയ സമയത്ത് കേരളത്തിലും ശുശ്രൂഷ മുന്നോട്ട് പോയപ്പോൾ കേരളത്തിലും ആരംഭിച്ചു ഇത്. അന്ന് തുടങ്ങി 80-കളിൽ 70-കൾ 80 ആ കാലഘട്ടത്തിൽ തുടങ്ങിയിട്ട് നീണ്ട വർഷങ്ങളായിട്ട് ഇതെല്ലാം 1.5 വിട്ട ആഴ്ചകൾ നടന്നുകൊണ്ടിരിക്കുക. നിൻ്റെ വിചാരം ഈ ധ്യാനം നീയാ നടത്തിക്കൊണ്ടിരിക്കണമെന്നല്ലേ? നീ ആകുലപ്പെടുന്നത് നിർത്തിയിട്ട് ഇത്തിരി നേരം ആശ്രമത്തിലെ ചാപ്പലിൽ പോയി ആ ഇടവകയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്ക്. അവിടെയുള്ള കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ, അവിടെയുള്ള ദമ്പതിമാർ അനുഗ്രഹിക്കപ്പെടാൻ, അവിടെയുള്ള മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഇത്തിരി നേരം ഈശോയുടെ മുന്നിൽ പോയിരുന്ന് നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. ഇതെൻ്റെ മനസ്സിലുണ്ടാകുന്നൊരു തോന്നലാണ്. ഈ തോന്നലുണ്ടായപ്പോൾ മുതൽ ഞാനൊരു 2-3 മണിക്കൂർ നേരം പ്രിയമുള്ളവരെ ആ ശനിയാഴ്ച പൊട്ട ആശ്രമത്തിലെ അച്ഛന്മാരുടെ ചാപ്പലിൽ പോയിരുന്ന് ഈ ചെല്ലാനം ഇടവകയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സൺഡേയിൽ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് നിന്നു. സൺഡേയിൽ ധ്യാനം തുടങ്ങിയപ്പോൾ മുതൽ വെള്ളിയാഴ്ച വൈകിട്ട് ധ്യാനം തീരുന്നവരെ ഒരു തുള്ളി മഴ പോലും പെയ്ത് ധ്യാനത്തെ തടസ്സപ്പെടുത്തിയില്ല. എൻ്റെ തലയിൽ ദൈവം തോന്നിപ്പിച്ച വലിയൊരു ബോധ്യ, നമ്മുടെയൊക്കെ ഒരു ചിന്തയുണ്ട്. നമ്മുടെ അധ്വാനം, നമ്മുടെ കഴിവ്, നമ്മുടെ കാര്യപ്രാപ്തി, നമ്മുടെ ശേഷി, നമ്മുടെ സമ്പത്ത്, നമ്മുടെ അധികാരം, ഇതാണ് എല്ലാം ചെയ്യണമെന്ന്. ഒരിക്കലും അല്ല പ്രിയമുള്ളവരെ. എത്ര വളർന്നാലും എവിടം വരെ എത്തിയാലും ശരി, ദൈവം കൈവച്ചതല്ലാതെ നമുക്കൊന്നുമില്ല. കരമടിച്ച് ദൈവത്തിന് നന്ദി പറയാം. ശക്തിയോടെ കൈകളടിച്ചോ. ഹല്ലേലൂയ.